തൃശൂർ ഇരിങ്ങാലക്കുട നെടുമ്പാളിൽ പാചകവാതക വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീ പിടിച്ചു എന്ന വാർത്ത വരുന്നു. മിനി ലോറിയുടെ മുൻവശത്താണ് തീ പടർന്നത്. ഏറെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, പാചകവാതകം കയറ്റി വന്ന മിനി ലോറിയാണ്, അപകട സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു അല്ലേ? പറയൂ. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട നെടുമ്പാൾ SNDP ഹാളിന് സമീപമാണ് പാചകവാതക വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീ പിടിച്ചത്. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം നടന്നത്. പാചകവാതക സിലിണ്ടറുകൾ വിതരണത്തിനെത്തിച്ച മിനി ലോറിയുടെ മുൻവശത്തു നിന്നാണ് ആദ്യം തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനത്തിന്റെ ഡ്രൈവർ ഉടൻ പുറത്തേക്ക് ഇറങ്ങി നാട്ടുകാരുടെ സഹായത്തോടെ തീയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഫയർഫോഴ്സിനെ ഉടൻ തന്നെ വിവരം അറിയിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് എക്സിക്യൂഷൻ ടീം പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി തീ കെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. പിന്നീട് ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് എത്തിയത്. അവരാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വാഹനത്തിന്റെ പിറകിലുണ്ടായിരുന്ന സിലിണ്ടറുകൾ ഉടൻ വാഹനത്തിൽ നിന്ന് മാറ്റിയതാണ് വലിയ ദുരന്തം ഒഴിവാക്കാനുള്ള കാരണം ആയി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലേക്ക് തീ പടരായിരുന്നതാണ് ദുരന്തം ഒഴിവാക്കാനുള്ള കാരണമായത്. വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായി കത്തിനശിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് എന്നത്, വാഹനത്തിന്റെ നഷ്ടം എത്ര രൂപയാണെന്നുള്ളത് കണക്കാക്കിയിട്ടില്ല. അതെ, ആളപായമൊന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസമാകുന്നു. ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.